ഗൾഫ് ഫോക്കസിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇന്ത്യയുടെ വികസനത്തിന്റെ പ്രധാന പങ്കാളിയാണ് ജപ്പാനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ ജാപ്പനീസ് നിക്ഷേപം $68 ബില്യൺ ഉയർത്തുമെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ തീരുവ തർക്കം മുറുകുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം. പ്രതിരോധം, സാങ്കേതികവിദ്യ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ സന്ദർശനത്തിൽ ധാരണയായി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം പരസ്പര വിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയെന്ന് ടോക്കിയോയിൽ നടന്ന സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. मेट्रो से लेकर मैन्युफैक्चरिंग तक, सेमीकंडक्टर से लेकर स्टार्टअप्स तक, हर क्षेत्र में हमारी साझेदारी आपसी विश्वास का प्रतीक बनी है. ഇന്ത്യയിലെ നിക്ഷേപം $68 ബില്യൺ ഉയർത്തുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ പ്രധാനമന്ത്രിമാരായ യോഷിഹിഡെ സുഗോ, ഫുമിയോ കിഷിഡ എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തി. ഉച്ചകോടിയിൽ അമേരിക്കയുടെ തീരുവയെക്കുറിച്ച് മോദി പരാമർശിച്ചില്ല. എന്നാൽ ചൈന സന്ദർശിക്കാനിരിക്കെ ഇരു രാജ്യങ്ങൾ തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് മോദി ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ജപ്പാനിലെത്തിയ മോദിക്ക് വൻ സ്വീകരണമാണ് നൽകിയത്. ജാപ്പനീസ് ഭാഗ്യചിഹ്നമായ ദരുമോ പാവയും മോദിക്ക് സമ്മാനമായി നൽകി. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം മോദി നാളെ ഷാങ്ഹായി സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് തിരിക്കും. 24 ഡൽഹി. അമേരിക്ക നികുതി ഭാരം അടിച്ചേൽപ്പിച്ചതിനു പിന്നാലെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു. $1 രൂപയുടെ മൂല്യം $88.29 എന്ന നിലയിലേക്കാണ് ഇടിഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായാണ് $88 എന്ന പരിധി കടക്കുന്നത്. ഫെബ്രുവരിയിലെ $87.95 ഇതുവരെയുള്ള താഴ്ന്ന നിലവാരം. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഡോളർ വൻതോതിൽ പിൻവലിക്കുന്നതും ഇടിവിന് കാരണമാണ്. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ കയറ്റുമതിക്കാർക്ക് ഗുണമാകാറുണ്ടെങ്കിലും നികുതി ഭാരം കൂടിയത് ഇത്തവണ തിരിച്ചടിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ്. അതേസമയം ക്രൂഡ് ഓയിൽ അടക്കം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ചെലവേറും. ഇത് വിലക്കയറ്റത്തിനും കാരണമായേക്കാം. പ്രവചനങ്ങളെ അപ്രസക്തമാക്കി ഇന്ത്യൻ GDPയുടെ മുന്നേറ്റം 2025-26 സാമ്പത്തിക വർഷത്തെ ഒന്നാം പാദമായ ഏപ്രിൽ-ജൂൺ പാദത്തിൽ 7.8% മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്കെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കി. ഇന്ത്യ 6% വളരുമെന്നായിരുന്നു റിസർവ് ബാങ്കിന്റെ പ്രവചനം. മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയ ഇന്ത്യ ലോകത്തെ അതിവേഗം വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥ എന്ന നേട്ടവും നിലനിർത്തി. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ പ്രഖ്യാപിച്ച 50% ഇറക്കുമതി തീരുവയുടെ ആഘാതം ഈ മാസം മുതലാണ് ദൃശ്യമാവുക. ഇത് ജൂലൈ-സെപ്റ്റംബർ പാദത്തിലെ GDPയെ ബാധിച്ചേക്കും. GDP വളർച്ചയിൽ 1% വരെ കുറവുണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ GST ഇളവ് ഉൾപ്പെടെ കൊണ്ടുവന്നും കയറ്റുമതി മേഖലയ്ക്ക് പിന്തുണാ പാക്കേജ് അനുവദിച്ചും പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലേക്ക് കേന്ദ്രം കടന്നിട്ടുണ്ട്. GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ യോഗം ചേർന്നു. ഡൽഹിയിലെ കർണാടക ഭവനിലായിരുന്നു യോഗം. GST പരിഷ്കരണം ഏർപ്പെടുത്തിയാലും വരുമാന നഷ്ടം സംസ്ഥാനങ്ങൾക്കാണെന്ന യോഗം വിലയിരുത്തി. അടുത്ത മാസം ആദ്യവാരം ചേരുന്ന GST കൌൺസിൽ യോഗത്തിൽ ആശങ്ക അറിയിക്കും. GST പരിഷ്കരണത്തിൽ 71% നഷ്ടവും സംസ്ഥാനങ്ങൾക്ക് സഹിക്കേണ്ടി വരുമെന്നാണ് യോഗത്തിലെ പ്രധാന വിലയിരുത്തൽ. സാധനങ്ങളുടെ വില കുറയുന്നതിൽ ഗുണം ജനങ്ങൾക്ക് ഉറപ്പാക്കണമെന്ന ആവശ്യം GST കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. ടാക്സിൻ്റെ ഇളവ് വരുന്നത് സാധാരണ ജനങ്ങൾക്ക് കിട്ടണം, അത് കിട്ടാതെ അത് കമ്പനികൾ എടുക്കരുത്. അതുകൊണ്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്, കൺസേൺ ഉണ്ട്. വലിയ തോതിലുള്ള വരുമാന നഷ്ട സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ വേണം. സംസ്ഥാനങ്ങളുടെ വരുമാനം സംരക്ഷിക്കുന്ന തരത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ കണക്കുകൂട്ടൽ. 24 ഡൽഹി. സൗദിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. അതിർത്തി വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 3 ലക്ഷത്തിലേറെ ക്യാപ്റ്റഗൺ ഗുളികകൾ പിടികൂടി. മയക്കുമരുന്ന് പിടികൂടുന്ന ദൃശ്യങ്ങൾ അധികൃതർ പുറത്തുവിട്ടു. ഹദീദ തുറമുഖം, കിങ് ഫഹദ് കോസ്വേ എന്നിവ വഴി സൗദിയിലേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമമാണ് സൗദി കസ്റ്റംസ് അതോറിറ്റി പരാജയപ്പെടുത്തിയത്. കിങ് ഫഹദ് കോസ്വേ വഴി എത്തിയ വാഹനത്തിന്റെ സ്പെയർ ടയർ കമ്പാർട്ട്മെന്റിനുള്ളിൽ നിന്നാണ് 2,09,759 ക്യാപ്റ്റഗൺ ഗുളികകൾ ആദ്യം പിടികൂടിയത്. തുടർന്ന് ഹദീദ തുറമുഖം വഴി വന്ന ബസ്സിൽ ഒളിപ്പിച്ച നിലയിൽ 91,566 ക്യാപ്റ്റഗൺ ഗുളികകളും കണ്ടെത്തി. ആകെ 3,01,325 മയക്കുമരുന്ന് ഗുളികകൾ. മയക്കുമരുന്ന് വേട്ടയുടെ ദൃശ്യങ്ങൾ കസ്റ്റംസ് അതോറിറ്റി പുറത്തുവിട്ടു. മയക്കുമരുന്ന് കടത്തിനെതിരെ സമീപകാലത്ത് സൗദിയിൽ നടപടി കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസുകളിൽപ്പെട്ട നിരവധി പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി.
ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടാൽ ഉടൻ അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് അതോറിറ്റി ആവശ്യപ്പെട്ടു. 1910 എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയോ 1910@zatca.gov.sa എന്ന ഇമെയിൽ വഴിയോ അറിയിക്കാം. വിദേശത്ത് നിന്നാണെങ്കിൽ 009661910 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കാനുള്ള സൗകര്യവുമുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഖത്തറിൽ വേനൽ അവധി അവസാനിച്ച് പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ കൂട്ടത്തോടെ തിരിച്ചെത്താൻ തുടങ്ങി. തിരക്ക് വർദ്ധിച്ചതോടെ യാത്രക്കാർക്ക് സുഗമവും കാര്യക്ഷമവുമായ യാത്രയൊരുക്കാൻ ദോഹ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 31 ഞായറാഴ്ച സ്കൂളുകളിൽ ക്ലാസുകൾ തുടങ്ങാനിരിക്കെ വേനലവധി ആഘോഷിക്കുന്നതിനായി നാട്ടിലേക്ക് പോയ കുടുംബങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരിച്ചെത്തി തുടങ്ങിയിരുന്നു. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സ്കൂളുകളിലെ അധ്യാപകേതര ജീവനക്കാർ കഴിഞ്ഞ ആഴ്ച മുതൽ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ഞായറാഴ്ചയാണ് ക്ലാസുകൾ ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസം വരെ കേരളത്തിൽ നിന്നുൾപ്പെടെ യാത്രക്കാരുടെ വൻ ഒഴുക്കാണ് വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് ദോഹ നഗരത്തിലെത്താൻ വ്യത്യസ്ത ഗതാഗത സംവിധാനങ്ങളുണ്ട്. ബസ് പവലിയൻ, ടാക്സി പവലിയൻ, മെട്രോ സ്റ്റേഷൻ, കാർ പാർക്കിംഗ്, കാർ റെന്റൽ, ലിമോസിൻ സർവീസ് എന്നിവയെ യാത്രക്കാർക്ക് ആശ്രയിക്കാവുന്നതാണ്. അറൈവൽസ് ഹാളിന് എതിർവശത്തുള്ള പാർക്കിംഗ് സ്ഥലത്ത് റൈഡ് ഹെയിലിംഗ് സേവനങ്ങളായ യൂബർ, ബദർഗോ എന്നിവയ്ക്കായി പ്രത്യേക പിക്കപ്പ് സോൺ ഒരുക്കിയിട്ടുണ്ട്. പുറമെ വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് ദോഹ മെട്രോ വഴിയും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാം. മെട്രോ സ്റ്റേഷനിലെത്താൻ യാത്രക്കാർക്ക് എയർപോർട്ടിനുള്ളിലൂടെ കുറഞ്ഞ ദൂരം നടന്നാൽ മതിയാകും. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെയെല്ലാം മെട്രോ വഴി ബന്ധിപ്പിക്കുന്നതിനാൽ യാത്ര എളുപ്പവും ചെലവ് കുറഞ്ഞതുമാകും. കാർ റെന്റൽ, ലിമോസിൻ, വാലറ്റ് തുടങ്ങിയ മറ്റു സേവനങ്ങളും ടെർമിനലുകളിൽ ലഭ്യമാണ്. യാത്രക്കാരെ കയറ്റുന്നതിന് സുരക്ഷിതവും സൗകര്യപ്രദവുമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കാം. ഇതിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുകയും റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് മൂലമുള്ള പിഴ ഒഴിവാക്കുകയും ചെയ്യാം. വിമാനത്താവളത്തിലെ ബാഗേജ് പരിശോധനയും ശേഖരണവും കൂടുതൽ സുഗമവും സൗകര്യപ്രദവുമാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പ് യാത്രക്കാർ അവരുടെ ബാഗേജ് ടാഗുകൾ ഉറപ്പുവരുത്തണം. സഹായങ്ങൾക്കായി അറൈവൽസ് ഹാളിൽ ബാഗേജ് സർവീസസ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണെന്നും ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് ഈ ഗേറ്റുകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. അൻവർ പാലേരി, 24 ദോഹ. തായ്ലൻഡ് പ്രധാനമന്ത്രി പെറ്റോങ് ടാൻ ഷിനവത്രയെ പുറത്താക്കി ഭരണഘടനാ കോടതിയുടേതാണ് നടപടി. ധാർമ്മികത ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഉത്തരവ്. കംബോഡിയൻ നേതാവ് ഹൂൻ സെന്നുമായുള്ള ഫോൺ സംഭാഷണം ചോർന്നതാണ് പെറ്റോങ് ടാൻ ഷിനവത്രയ്ക്ക് തിരിച്ചടിയായത്. ഓസ്ട്രേലിയയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ലിബറൽ നാഷണൽ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പ്രവാസി മലയാളിക്ക് അവസരം. കോഴിക്കോട് മൈക്കാവ് സ്വദേശി ജോൺസൺ എലഞ്ഞനാക്കുഴിയാണ് ക്യൂൻസ്ലാൻഡിലെ ഗോൾഡ് കോസ്റ്റ് ബ്രാഞ്ചിനെ പ്രതിനിധീകരിച്ച് ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 15 വർഷമായി ഓസ്ട്രേലിയയിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് ജോൺസൺ എലഞ്ഞനാക്കുഴി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തു. സുമയ്യയുടെ ശരീരത്തിലെ ട്യൂബ് മാറ്റുന്നത് വിദഗ്ധ സമിതി പരിശോധിച്ച് തീരുമാനിക്കും. നഷ്ടപരിഹാരം നൽകുന്ന കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് സുമയ്യയുടെ കുടുംബത്തിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഉറപ്പു നൽകി. തന്റെ ദുരിതം പുറത്തുകൊണ്ടുവന്ന 24-ന് സുമയ്യ നന്ദി പറഞ്ഞു. 24 ഇംപാക്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ സുമയ്യയും കുടുംബവും പ്രതിഷേധിച്ചതോടെയാണ് അഡീഷണൽ ഡയറക്ടർ ചർച്ചയ്ക്ക് തയ്യാറായത്. ഡോക്ടർ രാജീവ് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് ADHS ഉറപ്പു നൽകി. വിദഗ്ധ സമിതി പരിശോധിച്ചതിനു ശേഷം കഴിയുമെങ്കിൽ സർക്കാർ ചെലവിൽ ട്യൂബ് പുറത്തെടുക്കും. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വിദഗ്ധ സമിതി ഇനി തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഒരു ചെയ്യാം. നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇവിടെ കേരളത്തിലല്ല, ഇനി പുറത്തായിരുന്നാൽ പോലും ഇതെടുക്കുന്നതിനുള്ള എല്ലാ ബാധ്യതയും എല്ലാ സാമ്പത്തികവും ഏറ്റെടുക്കേണ്ടത് സർക്കാരും ആരോഗ്യവകുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധുവിന്റെ പരാതിയിൽ സുമയുടെ മൊഴിയെടുത്ത് കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. IPC 336, 338 വകുപ്പുകൾ ചുമത്തി. സുമയുടെ ശരീരത്തിൽ വയർ കുടുങ്ങിയത് ഡോക്ടറുടെ അലക്ഷ്യമായ പ്രവൃത്തിയാണെന്നാണ് FIR-ൽ പറയുന്നത്.
തനിക്ക് നീതി ലഭിക്കുമെന്നുറപ്പെന്നും വാർത്ത പുറത്തു കൊണ്ടുവന്ന 24-ന് നന്ദിയെന്നും സുമയ്യ. ആദ്യമായിട്ട് 24 ചാനലുകാർ തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ വാർത്ത കൊണ്ടുവന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. നടപടി ഉടനെ ഉണ്ടാവുമെന്നാണ് എനിക്ക് അവിടെ നിന്ന് അറിയിപ്പ് തന്നിട്ടുള്ളത്. തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കും. ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് വ്യാപക പരിശോധന ആരംഭിച്ചു. സൈബർ വിംഗ് CI ഉൾപ്പെടുന്ന 4-അംഗ സംഘമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിലുള്ളത്. ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉടൻ മൊഴി രേഖപ്പെടുത്തലുകളിലേക്ക് കടന്നേക്കും. ആദ്യഘട്ടത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തിയ റിനി ആൻഡ് ജോർജ്, അവന്തിക, ഹണി ഭാസ്കരൻ എന്നിവരുടെ മൊഴിയെടുക്കും. 2 വ്യത്യസ്ത ടീമുകളായി തിരിച്ച് എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനാണ് നീക്കം. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള പരാതികൾ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. രാഹുലിനെതിരെ ഉചിതമായ നടപടിയെടുത്തു എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവർത്തിച്ചു. ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. അതിനിടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ടും ക്രൈംബ്രാഞ്ച് നടപടികൾ സജീവമാക്കി. രാഹുലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക പരിശോധന നടത്തി. 2 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സുബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും പാലക്കാട് എത്തിക്കാൻ രഹസ്യ A ഗ്രൂപ്പ് യോഗം ചേർന്നെന്ന വാദം തള്ളി ഷാഫി പറമ്പിൽ MP. C ചന്ദ്രന്റെ വീട്ടിൽ പോയിട്ടില്ല. പാലക്കാട് എത്തിയത് വിവാഹ ചടങ്ങിനാണ്. മനഃപൂർവ്വം വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെ വീട്ടിൽ താൻ പോയിട്ടേ ഇല്ലെന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. C ചന്ദ്രൻ ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നില്ല. താൻ പാലക്കാട് എത്തിയത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ്. അത് മാധ്യമപ്രവർത്തകർ എല്ലാം കണ്ടതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇപ്പം ഞാൻ അവിടെ പോയിട്ടേ ഇല്ല എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന ഈ പറയുന്ന C ചന്ദ്രേട്ടൻ KPCC ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇന്നലെ പാലക്കാടേ ഇല്ലാഞ്ഞു ഇന്ന് രാവിലത്തെ വെസ്റ്റ് കോസ്റ്റിലാണ് വന്നത് എന്നുള്ളത് ടിക്കറ്റും ഫോട്ടോയും സഹിതം ഒരു മനുഷ്യൻ കാണിച്ചിട്ട് നിങ്ങൾ അടുത്ത വരി കൊടുക്കുന്നത് നിഷേധിച്ച് ഷാഫി എന്നുള്ളത്, അപ്പോഴും അവിടെ യോഗം ചേർന്നു എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുന്നില്ല. പ്രചാരണം തള്ളി C ചന്ദ്രനും രംഗത്തെത്തി. അപ്പം ഞാനിവിടെ സ്ഥലത്തില്ലാത്ത സമയത്ത് ഇവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളൊരു വാർത്ത അത് സത്യത്തിന് നിരക്കാത്തതാണ്. രാഹുലിനെ തിരികെ എത്തിക്കാൻ നീക്കം നടക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ അതൃപ്തി അറിയിച്ച കോൺഗ്രസിൽ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. രാഹുൽ തിരിച്ചെത്തിയാൽ സുരക്ഷ ഒരുക്കാനാകില്ലെന്നതാണ് DCCയുടെ നിലപാട്. 24 പാലക്കാട്, കോഴിക്കോട്. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണമില്ല. കുടുംബത്തിന്റെ വാദങ്ങൾ നേരത്തെ പരിശോധിച്ചതാണെന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് തുടർ നടപടിക്കായി തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതിക്ക് അനുകൂലമായ പഴുതുകളുണ്ടെന്നായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം. ആവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ വാദങ്ങൾ തന്നെയാണ് വീണ്ടും ഹർജിയിൽ ഉന്നയിച്ചതെന്നാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിരീക്ഷണം. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. വിചാരണ നടപടിക്കായി കേസ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. തുടരന്വേഷണ ഹർജിയിൽ തീർപ്പായതോടെ കേസ് റദ്ദാക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് PP ദിവ്യയുടെ തീരുമാനം. 24 കണ്ണൂർ. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി NSS പരിപാടിയിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പങ്കെടുക്കുമെന്ന് വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാർ പറഞ്ഞു. വിശ്വാസങ്ങൾ സംരക്ഷിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെന്നും പ്രതികരണം. NSS നിലപാട് CPIM-ഉം സ്വാഗതം ചെയ്തു. UDF-ഉം BJP-യും ബഹിഷ്കരിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് NSS-ന്റെ പൂർണ്ണ പിന്തുണ. പരിപാടിയിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പങ്കെടുക്കുമെന്ന് വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാർ. ആഗോള അയ്യപ്പ സംഗമം ഭഗവാന് വേണ്ടി സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറിയെ അതിൻ്റെ അവലോകന യോഗത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം അന്ന് തന്നെ ബഹുമാനായ ദേവസ്വം മന്ത്രി
പിന്നെ അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടും മാത്രമായിരിക്കും ഈ സംഗമവുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് അവിടെ ഉറപ്പ് നൽകുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് ഈ സംഗമത്തോട് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യപ്പ സംഗമത്തിന് എതിരായ പ്രതിപക്ഷ നിലപാടിൽ NSS പ്രതികരണത്തിനില്ല. അതിനിടെ NSS പിന്തുണയെ സ്വാഗതം ചെയ്ത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. അയ്യപ്പൻ്റെ മാത്രമല്ല, അയ്യപ്പൻ ഉൾപ്പെടെ എല്ലാറ്റിൻ്റെയും കടാക്ഷം എന്ത് പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ലോകത്തെ എവിടെയായാലും ആശയവാദികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ അതിനെല്ലാം ലഭിച്ചിട്ടുണ്ട്. ലോകത്ത് എവിടെയും കിട്ടിയിട്ടുണ്ട്, ഇവിടെയും കിട്ടും. ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് മതി ശബരിമലയിലെ അയ്യപ്പ സംഗമം എന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. 24 ബിഗ് ബ്രേക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വികസന സദസ്സുമായി സർക്കാർ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സുകൾ സംഘടിപ്പിക്കും. വികസന സദസ്സിന്റെ പേരിൽ തട്ടിക്കൂട്ട് പരിപാടിയാണ് സർക്കാർ നടത്താൻ പോകുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. വികസനങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് MB രാജേഷ് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെ ഒരു മാസക്കാലം കൊണ്ടാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുക. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കും. സ്ഥലം MLA, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവർക്കൊപ്പം വിശിഷ്ട വ്യക്തികളെയും സദസ്സിൽ പങ്കെടുപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. സദസ്സിന്റെ തുടക്കത്തിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ പ്രസന്റേഷൻ നടത്തും. പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയും അവതരിപ്പിക്കണം. ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും പ്രോഗ്രസ് കാർഡിന്റെ പ്രകാശനവും ചടങ്ങിൽ വേണമെന്നാണ് നിർദ്ദേശം. വികസന സദസ്സിന്റെ നടത്തിപ്പിനായി തനത് ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. പഞ്ചായത്തുകൾക്ക് 2 ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റികൾക്ക് 4 ലക്ഷം രൂപയും നഗരസഭകൾക്ക് 6 ലക്ഷം രൂപയും ചെലവിടാൻ അനുമതി നൽകി. പൊതുപണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണത്തിലുള്ള വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതിനെ പ്രതിപക്ഷം വിമർശിച്ചു. പിരിവെടുത്തും സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിച്ചും മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തിയായിരുന്നല്ലോ 2023. അതിന് എത്ര രൂപ ചെലവാക്കി? നവകേരള യാത്ര, എന്താ അതിൻ്റെ പേര് തന്നെ മറന്നുപോയി. ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിൻ്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം, ഒരു കടുകിട മണിയുടെ ഒരു നേട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? എന്നാൽ വികസന നേട്ടങ്ങൾ ജനങ്ങളെത്തിക്കുന്നതിന് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് സർക്കാരിന്റെ ചോദ്യം. പഞ്ചായത്തിന്റെ പരിപാടിക്ക് ഉപയോഗിക്കാമല്ലോ പഞ്ചായത്തിന്റെ ഫണ്ട്. പഞ്ചായത്തിന്റെ ഫണ്ട് പിന്നെ എന്തിനുള്ളതാണ്? അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അവർക്ക് വിശദീകരിക്കാൻ അവരുടെ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ എന്ത് വിചിത്രമായിട്ടുള്ള വാദമാണ്. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വികസന സദസ്സിനോട് എന്ത് സമീപനം സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചും UAE-യിലെ നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറയും കൈകോർക്കുന്നു. UAE-യുടെ വിവിധ എമിറേറ്റുകളിൽ NBFന്റെ ഏജൻസി ബാങ്കിംഗ് സേവനങ്ങൾ ലുലു എക്സ്ചേഞ്ച് ശാഖകൾ വഴി ലഭ്യമാക്കാനാണ് കരാർ. ലുലു ഫൈനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദിന്റെ സാന്നിധ്യത്തിൽ ലുലു എക്സ്ചേഞ്ച് CEO തമ്പി സുദർശനൻ, നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറ CEO അദ്നാൻ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇനി മുതൽ ലുലു എക്സ്ചേഞ്ചിന്റെ 142 കേന്ദ്രങ്ങൾ വഴിയും NBF ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കാനാണ് ധാരണ. ഇതിന്റെ ആദ്യഘട്ടമായി ലുലു എക്സ്ചേഞ്ചിന്റെ 12 ശാഖകളിൽ നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറയുടെ ATM, CDM മെഷീനുകൾ സ്ഥാപിക്കും. ദുബായ്, അബുദാബി, ഷാർജ, റാസൽ ഖൈമ, അജ്മാൻ, ഫുജൈറ, ഹൈ സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഇവ സ്ഥാപിക്കുക. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന് ആവേശ ജയം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 2 വിക്കറ്റിന് തോൽപ്പിച്ചു. 177 റൺസ് വിജയലക്ഷ്യം. 1 പന്ത് ബാക്കി നിൽക്കെയാണ് ആലപ്പി മറികടന്നത്. ആംബുലൻസിന് വഴിയൊരുക്കാൻ ഗതാഗത കുരുക്കിലൂടെ ഓടിയ വനിതാ ASI അപർണയുടെ ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ ആ ദൃശ്യങ്ങളിൽ പുതിയ ട്വിസ്റ്റ്. ആംബുലൻസിനുള്ളിൽ രോഗികളില്ലായിരുന്നുവെന്ന MVD ഡ്രൈവർ സഹിതം ആംബുലൻസ് കസ്റ്റഡിയിലെടുത്ത് പിഴ ചുമത്തി. ഇത്തരത്തിൽ ആംബുലൻസിന് വഴിയൊരുക്കാൻ കഷ്ടപ്പെടുന്നത് അപർണയുടെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ സംഭവമല്ല. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുടിമുറിച്ച് നൽകിയതും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുന്നതും ഇതേ അപർണ തന്നെ. എന്നാൽ 9-ാം തീയതി തൃശൂരിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട ആംബുലൻസിന് വഴിയൊരുക്കിയ ദൃശ്യങ്ങളിലെ ആംബുലൻസിനുള്ളിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബൈജുവിന്റെ സംശയമാണ് അന്വേഷണത്തിന് ആധാരമായത്. വണ്ടിയുടെ റൈറ്റ് സൈഡിലുള്ള മിററിലാണ് ആ വിഷ്വൽ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ആ വിഷ്വൽ എടുക്കാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു വിഷ്വൽ എടുക്കാനായിട്ട്. അപ്പം അതാണ് നമുക്ക് ഫസ്റ്റ് ഡൗട്ട് തോന്നിയത്. ഞാൻ ആദ്യം ഈ സംഭവം അറിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ അന്വേഷണം നടത്തി പിന്നെ എനിക്ക് ഒരു ഇൻഫർമേഷൻ വളരെ വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ളൊരു ഇൻഫർമേഷനും കിട്ടി. അപ്പോൾ അതിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നൊരു സംശയം പ്രകടിപ്പിച്ചു.
തൊടുപുഴ സ്വദേശി അലന്റെ ഉടമസ്ഥതയിലാണ് ആംബുലൻസ്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ ആശുപത്രിയിൽ ഇറക്കിവിട്ടതിനു ശേഷം മറ്റൊരു രോഗിക്ക് വേണ്ടി പോകുകയായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ ഫൈസലിന്റെ ന്യായീകരണം. വാഹനമോടിക്കുന്നതിനിടയിൽ ദൃശ്യങ്ങൾ പകർത്തിയതിലും രോഗികളില്ലാതെ സൈറണിട്ട് ആംബുലൻസ് ഓടിച്ചതിനും ഇയാൾക്കെതിരെ നടപടിയുണ്ടാകും. 24 തൃശൂർ. 108 ആംബുലൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല 2 സംസ്ഥാനങ്ങളിൽ വിലക്കുള്ള GVK EMRI കമ്പനിയെ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാർ പരിഗണിച്ചെന്നാണ് ആരോപണം. അയോഗ്യത മറച്ചുവെച്ച് 250 കോടി കമ്മീഷന്റെ ഉപകാര സ്മരണ സർക്കാർ കാട്ടിയെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. GVK EMRI കമ്പനിയുടെ അയോഗ്യത വെളിപ്പെടുത്തുന്നതും പരാതി നൽകിയതുമായ രേഖകളാണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത്. ടെൻഡർ നേടിയ കമ്പനി കർണാടകയിലും മേഘാലയയിലും ശിക്ഷാ നടപടി നേരിട്ടു. വിലക്കേർപ്പെടുത്തിയാൽ ടെൻഡറിൽ പങ്കെടുക്കാൻ കമ്പനി അയോഗ്യരാകും. സത്യവാങ്മൂലത്തിൽ കമ്പനി ഇത് മറച്ചുവെച്ചെന്നാണ് ആരോപണം. കമ്പനിയുടെ അയോഗ്യത ചൂണ്ടിക്കാട്ടി ടെൻഡറിൽ പങ്കെടുത്ത മറ്റൊരു കമ്പനി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് പരാതി നൽകി. ഈ പരാതി സർക്കാർ പൂഴ്ത്തി. കർണാടകയിൽ ആംബുലൻസ് സർവീസ് നടത്തിയതിന്റെ ടെൻഡറിന് ഇതേ കമ്പനി വ്യാജരേഖകൾ സമർപ്പിച്ചതായി തെളിഞ്ഞിരുന്നു. പ്രവർത്തനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മേഘാലയ സർക്കാർ 2022 ഓഗസ്റ്റിൽ കമ്പനിയുടെ പ്രവർത്തനം റദ്ദാക്കിയിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 316 ആംബുലൻസുകൾ പ്രവർത്തിപ്പിക്കാൻ 517 കോടി രൂപയുടെ ഭീമമായ കരാറാണ് സർക്കാർ നൽകിയത്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 335 ആംബുലൻസുകൾ പ്രവർത്തിപ്പിക്കാൻ 293 കോടി രൂപ കരാറായി നൽകി. ഇതോടെ ആദ്യ കരാറിൽ 250 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. 24 തിരുവനന്തപുരം. ഓളപ്പരപ്പിലെ ജലരാജാവിനെ കണ്ടെത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ അവസാനവട്ട ഒരുക്കത്തിലാണ് ആലപ്പുഴ. ആരാകും ഈ വർഷത്തെ ജലരാജാവെന്നതിൽ ആരാധകർക്കിടയിലും ആവേശപ്പോരാണ് നടക്കുന്നത്. നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ പുതിയ അവകാശികൾ ഉണ്ടാകുമോ എന്നതിലും ആകാംക്ഷ ഉയരുകയാണ്. തുഴയും വള്ളവും വെള്ളവും തമ്മിലുള്ള ആവേശപ്പോരിൽ ആര് ജയിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. തുടർച്ചയായ 6ാം കിരീടം ലക്ഷ്യമിട്ട് പള്ളാത്തുരുത്തിയും മൈക്രോ സെക്കൻഡുകൾക്ക് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട കിരീടം തിരികെ പിടിക്കാൻ വില്ലേജ് ബോട്ട് ക്ലബ്ബും പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ കിരീടം തിരികെ പിടിക്കാൻ മറ്റു ക്ലബ്ബുകളും തുഴയെറിയുമ്പോൾ പുന്നമടയിലെ ഓളങ്ങൾക്ക് തീ പിടിക്കുമെന്നുറപ്പാണ്. വള്ളപ്പുരയിൽ നിന്നും കായലിലേക്ക് വള്ളങ്ങൾ ഇറങ്ങുമ്പോൾ മുതൽ തുടങ്ങുന്ന ആവേശം നാളെ ജലരാജാവ് നെഹ്റു ട്രോഫി ഉയർത്തും വരെ തുടരും. വാശിയേറിയ പോരാട്ടത്തിന് വേദിയാകുന്ന പുന്നമടയിൽ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. 71ാമത് നെഹ്റു ട്രോഫിയുടെ ആവേശം ആരാധകർക്കിടയിലും ആവേശപൂർവ്വം പടർന്നു കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിലാകെ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും കായലിലെ പോരിന് അതൊന്നും തടസ്സമാകില്ല എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കൈക്കരുത്തും മെയ്ക്കരുത്തും ഒരുപോലെ ഒരുമിക്കുന്ന നെഹ്റു ട്രോഫിയിൽ പുന്നമടയുടെ പുതിയ രാജാവാരെന്നറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. 24 ആലപ്പുഴ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.